നിർണായകമായൊരു വിവരം ഇന്ന് അമേരിക്കയിൽ നിന്ന് പുറത്തു വരുന്നത് ഫെബ്രുവരി 28-ന് ആരംഭിച്ച ഈ യുദ്ധം അവസാനിപ്പിക്കുന്ന കാര്യത്തിലുള്ള സമാധാന ചർച്ച പുരോഗമിക്കവേ വളരെ നിർണായകമായിട്ടുള്ള ചില നല്ല അടയാളങ്ങൾ കണ്ടു തുടങ്ങിയെന്ന് അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ന് പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. ഒരു കാര്യം കൂടി മാർക്കോ റൂബിയോ പറഞ്ഞു, ഈ ചർച്ച ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച പരാജയപ്പെട്ടാൽ പ്ലാൻ ബി കൈവശമുണ്ടാകും. പ്ലാൻ എ യുദ്ധം നിർത്തുക എന്നുള്ളതാണ്. പ്ലാൻ ബി എന്ന് വെച്ചാൽ അതിൽ തന്നെ അർത്ഥമുണ്ട്, ഓരോരുത്തർ ഊഹിച്ച് മനസ്സിലാക്കിക്കൊള്ളൂ എന്ന അർത്ഥത്തിലാണ് മാർക്കോ റൂബിയോ പ്ലാൻ ബി എന്ന വാക്ക് പ്രയോഗിച്ചിരിക്കുന്നത്. ഹോർമൂസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് അവസാനിപ്പിച്ചില്ലെങ്കിൽ പ്ലാൻ ബി നടപ്പിലാക്കും എന്നൊരു മുന്നറിയിപ്പും നടത്തിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ അമേരിക്ക പറയുമ്പോഴും യുദ്ധം അവസാനിപ്പിക്കുന്ന കാര്യത്തിൽ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് കാര്യമായ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നാണ് CNN പറയുന്നത്. അതിലൊന്ന് ട്രംപിനെ കുറിച്ചാണ്. ട്രംപിന് എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കണമെന്നും എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന് യുദ്ധം അവസാനിപ്പിക്കൽ മാത്രമല്ല എങ്ങനെയും ഇത് തുടർന്നുകൊണ്ട് പോയിട്ട് ഇറാനെ സമ്പൂർണ്ണമായിട്ട് നശിപ്പിക്കണമെന്ന ആശയക്കാരനുമാണ് എന്ന വൈരുദ്ധ്യം നിറഞ്ഞ രണ്ടാശയങ്ങൾ പ്രകടമാണെന്നാണ് CNN റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഇതുവരെയുള്ള സമാധാന സംഭാഷണങ്ങളിലെ ഏറ്റവും ശക്തമായ നീക്കം ഇന്ന് നടക്കുന്നുവെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയാൻ കാരണം പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീർ ഇന്ന് ടെഹ്റാനിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി തന്നെ ഇറാൻ്റെ നേതാക്കളുമായി വളരെ നിർണായകമായ ചില ചർച്ചകളൊക്കെ ചെയ്യും എന്ന് പറഞ്ഞിരിക്കുകയാണ്. അത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതീക്ഷയായി ഒരു വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ളൊരു നീക്കമായി കരുതപ്പെടുന്നു എന്നാണ് വരുന്ന വാർത്തകൾ മുഴുവനും ഇന്ന് രാത്രി സൂചിപ്പിക്കുന്നത്. പാകിസ്ഥാൻ്റെ ആഭ്യന്തരമന്ത്രിയും ഇപ്പോൾ ടെഹ്റാനിലാണ്. അബ്ബാസ് അറക്ചിയുമായി ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചിയുമായി സംഭാഷണത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞെന്നും ചില വളരെ ക്രൂഷ്യലായിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്നും റിപ്പോർട്ടുകൾ പറയുകയാണ്. എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കേണ്ടത് ലോകത്തിൻ്റെ മൊത്തത്തിലുള്ള ആവശ്യമായി മാറി. അമേരിക്കയും ഇസ്രയേലും തുടങ്ങി വെച്ചെങ്കിലും ലോകം മുഴുവനും ഇപ്പോൾ പടർന്ന് പന്തലിച്ച് അതിൻ്റെ പ്രതിഫലനങ്ങൾ ഏറ്റുവാങ്ങുന്ന തരത്തിലായി ഈ യുദ്ധം മാറിയിട്ടുണ്ട്. UAEയുടെ അഭിപ്രായത്തിൽ, പ്രത്യേകിച്ച് UAE പ്രസിഡന്റിൻ്റെ ഡിപ്ലോമാറ്റിക് അഡ്വൈസർ ഡോക്ടർ അൻവർ ഗർഗാഷ് പറയുന്നത്, ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സാഹചര്യം, അതിൻ്റെ സാധ്യത 50-50 ആണെന്നാണ്. മാത്രമല്ല ഈ ഹോർമൂസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം കുറച്ച് വിശാലാർത്ഥത്തിൽ ഭൂപടമൊക്കെ വരച്ചുകൊണ്ട് ഞങ്ങൾ നിയന്ത്രിക്കും, ഈ ഒരു പേർഷ്യൻ മേഖലയുടെ നിയന്ത്രണം ഞങ്ങൾക്കാണ്, അത് വേറെ ആർക്കും വിട്ടുകൊടുക്കില്ല, ഒരു പുതിയ അതോറിറ്റി രൂപീകരിച്ചിരിക്കുന്നു എന്നൊക്കെ ഇറാൻ പറയുന്ന ആ രീതിയെ UAE അടക്കമുള്ള വിവിധ ഗൾഫ് രാഷ്ട്രങ്ങൾ ശക്തമായി അപലപിക്കുകയും അത് റിജക്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. കൂട്ടത്തിലൊരു കല്യാണ അറിയിപ്പ് വലിയ പ്രാധാന്യത്തിൽ വന്നിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ മൂത്ത മകൻ, രണ്ടാം കല്യാണമാണ്, ഇപ്പോഴത്തെ ബഹാമാസ് ഐലൻഡിൽ വെച്ച് ഈ ആഴ്ച തന്നെ പുനർവിവാഹം ചെയ്യുന്നു. അത് സംബന്ധിച്ചുള്ള അറിയിപ്പ് കാര്യമായിട്ട് മാധ്യമങ്ങളിൽ കൊടുത്തിട്ടില്ലെങ്കിലും പിതാവ് പ്രസിഡന്റ് ട്രംപ് പങ്കെടുക്കുന്നില്ലെങ്കിലും കല്യാണം ഗംഭീരമായിട്ട് നടത്താൻ തന്നെയാണ് ആലോചിച്ചിരിക്കുന്നത് എന്നാണ് ചോർത്തി കിട്ടിയ വിവരം വെച്ച് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും പറയുന്നത്. നേരത്തെ ജൂനിയർ ട്രംപ് വിവാഹിതനായിരുന്നു, ഒന്നിച്ച് ഒരുപാട് കാലം ജീവിച്ചതാണ്. 2018 വിവാഹമോചനം പ്രാപിച്ചു. എന്നിട്ട് ഭാര്യയ്ക്ക് ക്യാൻസറാണെന്ന് ഈ അടുത്ത ദിവസങ്ങളിലൊക്കെയാണ് പുറത്തു കൊണ്ടുവന്ന വാർത്തകളിൽ പറയുന്നത്. ഏതായാലും കുടുംബാംഗങ്ങളിൽ ചിലർ മാത്രം പങ്കെടുക്കുന്ന അതീവ രഹസ്യ അന്തരീക്ഷത്തിൽ നടക്കുന്ന ഒരാർഭാട കല്യാണം എന്ന രൂപത്തിൽ ശ്രദ്ധ നേടിയിരിക്കുകയാണ് ജൂനിയർ ട്രംപിൻ്റെ പുനർവിവാഹം. എണ്ണവില ലോകത്തെല്ലായിടത്തും എന്നതുപോലെ ഇന്ത്യയിലും കൂടുതലായപ്പോൾ സ്വാഭാവികമായും ഡോളറിൻ്റെ പിന്നാലെ കൂടുതൽ ഡോളർ കിട്ടാനും അത് വാങ്ങിയിട്ട് എണ്ണ സംഭരിക്കാനുമുള്ള ശ്രമം നടക്കുന്ന കൂട്ടത്തിൽ ഇന്ത്യയുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന പ്രസ്ഥാനം ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം കൊണ്ടുവന്നിട്ട് എന്താണോ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ഗ്യാപ്പ് നികത്താൻ വേണ്ടിയുള്ളൊരു സഹായം എന്ന രൂപത്തിൽ കോടിക്കണക്കിന്, അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ ട്രില്യൺ കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു എന്ന അറിയിപ്പ് വരികയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് വേണ്ടി, ഗവൺമെൻറ്റിന് വേണ്ടി കൊടുത്തിരിക്കുന്നത് 2.86 ട്രില്യൺ രൂപയാണ് എന്നാണ് ഈ അറിയിപ്പ് പറയുന്നത്. ദുബായിലെ പ്രൈവറ്റ് മേഖലയിലെ സ്കൂൾ കുട്ടികൾക്ക് നല്ല വാർത്തയാണ്. വരുന്ന വർഷം ഏതായാലും ഫീസ് വർദ്ധിപ്പിക്കാനേ പാടില്ല എന്ന് KHDA അറിയിച്ചിരിക്കുകയാണ്. 2026-27 അധ്യയന വർഷത്തേക്കുള്ള ഫീസ് നേരത്തെ ഉള്ളത് പരമാവധി എത്രയാണോ അതിനപ്പുറം വർദ്ധിപ്പിക്കാൻ പാടില്ല എന്നറിയിച്ചിരിക്കുന്നത് ഒരുപാട് കുടുംബങ്ങൾക്ക് ഇപ്പോൾ ആശ്വാസം പകരുന്ന കാര്യമായി മാറുകയാണ്.
Night updates supported by Hashim Hypermarket, Kalyan Jewelers, Lulu, Arim Bakers, eLessons.net, Fira Foods, Dhanvantari Ayurveda, Al-Suud Cargo, Gold Star Rent-A-Car, Dr. Rasina's Ayurvedic Clinic, Ain Golden Diamonds, Choco World, Vintage Lux Real Estate, Partha Signature, Abu Shagara, Sharjah.